റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള വരാനിരിക്കുന്ന കൂടിക്കാഴ്ചയുടെ ആദ്യ 2 മിനിറ്റിനുള്ളിൽ ഒരു സമാധാന കരാർ സാധ്യമാണോ എന്ന് തനിക്ക് അറിയാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. മാത്രമല്ല, റഷ്യയുടെ സാമ്പത്തിക പ്രതിസന്ധികളെ US താരിഫുകളുമായി ബന്ധിപ്പിച്ച ട്രംപ് ഉക്രൈൻ സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തലിന് ശ്രമിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വഴിത്തിരിവിനുള്ള ശുഭാപ്തി വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നടന്ന വൈറ്റ് ഹൌസ് ബ്രീഫിംഗിനിടെയാണ് ട്രംപ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. റഷ്യ സംഘർഷത്തിൽ നിന്ന് വാണിജ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വാഷിംഗ്ടണും മോസ്കോയും തമ്മിൽ സാധാരണ വ്യാപാരത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, എനിക്ക് തോന്നുന്നു റഷ്യക്ക് വളരെ വിലപ്പെട്ട ഒരു ഭൂമിയുണ്ട്. വ്ളാഡിമിർ പുടിൻ യുദ്ധത്തിലേക്ക് പോകുന്നതിന് പകരം ബിസിനസ്സിലേക്ക് പോയാൽ നിങ്ങൾക്കറിയാമോ, അത് യുദ്ധം ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. അതാണ് അവർ ചെയ്യുന്നത്. അവർ ധാരാളം യുദ്ധങ്ങൾ നടത്തുന്നു. എന്റെ ഒരു സുഹൃത്ത് റഷ്യ കഠിനമാണെന്ന് പറഞ്ഞു, കാരണം അവർ യുദ്ധം തുടരുന്നു. വ്ളാഡിമിർ പുടിനുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. ആ കൂടിക്കാഴ്ചയുടെ അവസാനം ഒരുപക്ഷെ ആദ്യ 2 മിനിറ്റിനുള്ളിൽ ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായി അറിയാം. തന്റെ ഉദ്ദേശം ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. ഒരു വെടിനിർത്തൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇരു പാർട്ടികൾക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കരാർ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റഷ്യയുടെ നിലവിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ തന്റെ ഭരണകൂടം ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും താരിഫുകളുമായാണ് US പ്രസിഡന്റ് ബന്ധിപ്പിച്ചത്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയത് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയെന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവരുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നില്ല, കാരണം ഇത് അവരെ വളരെയധികം അസ്വസ്ഥരാക്കിയിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് അവരുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ എണ്ണ വാങ്ങുന്നവരോട് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഞങ്ങൾ നിങ്ങളുടെ മേൽ 50% താരിഫ് ചുമത്തുമെന്ന് പറയുമ്പോൾ അത് സഹായിക്കില്ല. അതൊരു വലിയ പ്രഹരമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. മോസ്കോയ്ക്കെതിരായ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് വ്യക്തമാക്കി, ഞാൻ അവിടെ നിർത്തിയില്ല. അതായത്, നോക്കൂ, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അവർ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കോൾ എനിക്ക് ലഭിച്ചു. അവർ എന്തിനെക്കുറിച്ചാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കാണാൻ പോകുന്നു. ട്രംപ് ഉച്ചകോടിയെ ഒരു വലിയ കാര്യമെന്ന് വിശേഷിപ്പിക്കുകയും യൂറോപ്യൻ സഖ്യകക്ഷികളും ഒരു പ്രമേയത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാൻ യൂറോപ്യൻ നേതാക്കളെ വിളിക്കും. അവർക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം മടുത്തു. അവർ അവരുടെ രാജ്യങ്ങൾക്കായി പണം ചിലവഴിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. സ്വന്തം രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വീണ്ടും വരാൻ അവർ ആഗ്രഹിക്കുന്നു. അത് പരിഹരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ട്രംപ് തന്റെ മുൻഗാമിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവകാശപ്പെട്ടു, ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ യുദ്ധം നടക്കില്ലായിരുന്നു. ഇത് ജോ ബൈഡന്റെ യുദ്ധമാണ്, ഇത് എന്റെ യുദ്ധമല്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് പുടിനെ പ്രേരിപ്പിക്കാനുള്ള പദ്ധതികൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ പോകുന്നു. അദ്ദേഹം എന്നെ കുഴപ്പത്തിലാക്കാൻ പോകുന്നില്ല. ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പുടിനും ഉൾപ്പെടുന്ന ഒരു ഭാവി കൂടിക്കാഴ്ച ആവശ്യാനുസരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തോടെ വിഭാവനം ചെയ്യുന്നതായി ട്രംപ് വ്യക്തമാക്കി. അടുത്ത കൂടിക്കാഴ്ച സെലൻസ്കിയും പുടിനും അല്ലെങ്കിൽ സെലൻസ്കിയും പുടിനും ഞാനും എന്നിവരുമായിരിക്കും. അവർക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും. പക്ഷേ 2 നേതാക്കൾക്കിടയിൽ ഒരു കൂടിക്കാഴ്ച ക്രമീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യൂറോപ്യൻ നേതാക്കളെയും സമീപിക്കുന്നതിന് മുൻപ് സമാധാന കരാറിന്റെ പാരാമീറ്ററുകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനാണ് പുടിനുമായുള്ള കൂടിക്കാഴ്ച ഉദ്ദേശിക്കുന്നത്. സെലൻസ്കിയെ ആദ്യം ബഹുമാനമില്ലാതെ വിളിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ നേരിട്ട് ചർച്ചകളിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഫലം ആഗോള എണ്ണ വിപണികളെയും വ്യാപാര ചലനാത്മകതയും രൂപപ്പെടുത്തിയേക്കാം. ന്യൂഡൽഹിക്ക് നേരിട്ട് താൽപര്യമുള്ള മേഖലകൾ ഒരു സമാധാന കരാർ ഊർജ്ജ വിലയിലെ ചാഞ്ചാട്ടം ലഘൂകരിക്കും. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിന് ഗുണം ചെയ്യും. അതേസമയം വിപുലമായ സംഘർഷ സാധ്യതകൾ വിതരണ ശൃംഖലയും ചരക്ക് വിപണിയും അസ്ഥിരതയും നീണ്ടു നിൽക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.